അത് ശരിയാണത്. അല്ല ഞാൻ രണ്ട് രീതിയിൽ പറയാം. ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന അപരാധം, അഡൽട്ട്, ഇതൊക്കെ കോമാളിത്തിലൊക്കെയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് മനസ്സിലായത്, നമ്മൾ വളരെ നല്ല വീഡിയോസ് ഇട്ടാൽ ലോജിക്കലായിട്ട് നന്നായിട്ട് ഇടുകയാണെങ്കിൽ ഈ ഇത്രയും നെഗറ്റീവ് കമൻസ് വരില്ല. പക്ഷേ നെഗറ്റീവ് റീച്ച് കിട്ടുമെങ്കിൽ ഭയങ്കര തെരുവിളിയായി. പക്ഷേ ഇതിന് എനിക്ക് അടുത്തായിട്ട് പല വീഡിയോസും പോസിറ്റീവ് കമൻസ് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ വളരെ യുക്തിപൂർവ്വം ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സന്തോഷ് പണ്ഡിറ്റ് സീക്രട്ട് ഏജന്റിനെ കുറിച്ച് കാര്യം പറഞ്ഞില്ലേ? വേറെ ആളുകൾ ചെയ്യുമ്പോൾ റിയാക്ഷൻ വീഡിയോ ആണ്, സ്വന്തമായി കണ്ടന്റ് ഇല്ല. മറ്റുള്ളവർ കണ്ടെടുത്തിട്ട് അത് ഇത് പറയാം. പുള്ളി ട്രെൻഡിനൊപ്പം ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകുന്ന ആളാണ്. പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് പൈസ കണ്ടന്റ് ഇടായിട്ട് ഇത് ചെയ്യും പറഞ്ഞില്ല. പുള്ളി അങ്ങനെ മണിയാണ് മെയിൻ, പക്കാ ബിസിനസ്മാനാണ് പുള്ളി, അങ്ങനെ ആളാണ്. അപ്പോൾ ശരിക്കും പിന്നെ ഒരു മത്സരത്തുള്ള ആളാണ് എന്നോട് വളരെ സ്നേഹത്തോടേക്ക് സംസാരിക്കുന്നത്. ഒരു നല്ല അടുപ്പുകൊണ്ടായിരുന്നു. സോഷ്യൽ മീഡിയക്ക് ഒരു കുരുക്ക് ഇത് വേണമെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? പുതിയിൽ നോക്കിയാൽ നിയന്ത്രണം വേണം. കാരണം ഇത് ചെറിയ പിള്ളേർ മറ്റുള്ള കാണുന്നുണ്ട്. പിന്നെ പല സത്യത്തിൽ തുറന്നു പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം നടത്തണമെങ്കിൽ ഈ പാടില്ല. റെഗുലേഷൻ കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം ചെറിയ പിള്ളേർക്കേ കാണും. പിന്നെ ഈ അച്ചായനുണ്ടല്ലോ, അച്ചായൻ